ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് ക്രാബ് അല്ലെങ്കിൽ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ഈ ക്രാബ് കറിയുടെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഈ ക്രാബ് വൃത്തിയാക്കുന്ന രീതിയും കൂടി ഒന്ന് കാണിക്കാമോ എന്ന്. അതിനനുസരിച്ചാണ് ഞാൻ ഇന്നിവിടെ ഈ ക്രാബ് ക്ലീൻ ചെയ്യുന്ന വിധം കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ക്രാബിൽ ആണും പെണ്ണും ഉണ്ട്. അത് നിങ്ങൾ ഈ ക്രാബിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പെൺ ക്രാബാണ്. അതിൻ്റെ ഇവിടെ വീതി കൂടി ഇവിടെ ഇങ്ങനെ പരന്ന് ഇങ്ങനെ വരുന്നതാണ്. ഇത് ആൺ ക്രാബാണ്. ആൺ ക്രാബിൻ്റെ ഇവിടെ വീതി കുറഞ്ഞ് നീണ്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ ക്രാബ് ക്ലീൻ ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഈ ക്രാബ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. നല്ല ബ്രഷൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബാണ് ഇത്. നമ്മൾക്കിതിന് കത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ക്രാബ് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഈ ക്രാബിൻ്റെ ഈ ഭാഗം പൊക്കുന്നതിനായിട്ട് ഇതിൻ്റെ തന്നെ ഒരു കാലെടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ അത് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ആ ഭാഗത്തോടു കൂടി ഇങ്ങനെ ഇതെടുക്കാം. ചിലർ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ രണ്ട് ഭാഗത്തും ഇരിക്കുന്നതാണ് ക്രാബിൻ്റെ ലങ്സ്. ആ ലങ്സ്, ആ ഭാഗം രണ്ട് ഭാഗത്തും നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഇതും എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഈ കാലുകളുടെ ചെറിയ ക്രാബാണെങ്കിൽ ഇതിൻ്റെ കാലുകൾ കളയുന്നതാണ് നല്ലത്. ഇങ്ങനെ അങ്ങ് തിരിച്ചാൽ മതി. ക്രാബിൻ്റെ കാലുകൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. വലിയ ക്രാബിൻ്റെ കാലുകളുടെ ഒരു പകുതി ഭാഗം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. രണ്ട് വശത്തു നിന്നും ഈ കാലുകൾ, ഇതൊരു ചെറിയ ക്രാബാണ്, അത് കാരണം ഈ കാലുകൾ നമ്മൾ റിമൂവ് ചെയ്യും. ഈ വലിയ രണ്ട് കാലുകളുടെ ഈ പകുതി ഭാഗം നമുക്ക് എടുക്കാം. അതും ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ അത് വരും. അതിനുശേഷം ഈ ഭാഗം നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുക്കണം. ഇത് നമുക്ക് പറിച്ചതിലേക്ക് ഇടാം. എന്നിട്ട് ഈ ഭാഗം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പൈപ്പ് വാട്ടർ ക്ലീൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എല്ലാം നല്ലപോലെ ക്ലീൻ ആവാനും എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനും ഒക്കെ നല്ലത്. നല്ലതുപോലെ ഇവിടെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ലീനായ ക്രാബ് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനെയോ ഇതുവഴി രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ മുറിച്ചോ അല്ലെങ്കിൽ ഒന്നിച്ചോ ഉപയോഗിക്കാം. ഇതും കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടെ വലിയ ക്രാബാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്ത് ഇത് നമുക്ക് കളയാം. ഇത് ലങ്സ് ആ രണ്ട് ഭാഗത്തും ഉണ്ട്. അതും എടുത്ത് കളയാം. ഈ നിൽക്കുന്ന ഭാഗങ്ങളും കളയാം. അതിനുശേഷം ഇത് കുറച്ചും കൂടെ വലിയ ഞണ്ടായതുകൊണ്ട് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് എടുക്കാം. വെറും കൈവച്ച് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് വരും. പിന്നെ ഈ രണ്ട് കാലുകൾ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ കഴുകാം. നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ക്രാബ് വൃത്തിയാക്കുന്നതെന്ന്. ഏറ്റവും എളുപ്പത്തിൽ പിച്ചാത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഈ കാലിൽ നമുക്ക് ചുറ്റികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു തട്ട് കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്കത് അധികം കടിക്കാതെ തന്നെ നമുക്കതിൻ്റെ അകത്തെ മാംസം കിട്ടുന്നതിന് സഹായിക്കും. അത് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ക്രാബ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.